ടിപ്സ് ഓഫ് ഇടുക്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളുടെയൊക്കെ വീടുകളിലുള്ള ഓവൻ നമുക്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെ ക്ലീൻ ചെയ്യാം, അതിനകത്ത് പിടിച്ചിരിക്കുന്ന അഴുക്കുകളൊക്കെ വളരെ എളുപ്പത്തിൽ എങ്ങനെ റിമൂവ് ചെയ്യാം, അതുപോലെ തന്നെ ഓവനിന് ബാഡ് സ്മെല്ലുണ്ടെങ്കിൽ അതെങ്ങനെ മാറ്റിയെടുക്കാം എന്നൊക്കെയുള്ള വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്സുകളാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ അടുത്തുള്ള ഓവൻ എന്ന് പറഞ്ഞാൽ മോർഫി റിച്ചാർഡിൻ്റെ ഓവനാണ് കേട്ടോ. ബെസ്റ്റാ ബ്ലാക്ക് 52. ഞാനിത് ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. വളരെ നല്ലൊരു ഓവനാണ്. നമുക്കിതിനകത്ത് ഭക്ഷണം ചൂടാക്കുകയും ചെയ്യാം, അതുപോലെ തന്നെ ബേക്ക് ചെയ്യുകയും ചെയ്യാം. അങ്ങനെ രണ്ട് ഉപകാരങ്ങൾക്കും ഞാൻ ഈ ഓവൻ യൂസ് ചെയ്യാറുണ്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നമുക്ക് നമ്മളുടെ കേക്കൊക്കെ ബേക്ക് ചെയ്യുവാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ. അപ്പം മോർഫി റിച്ചാർഡാണ് ബ്രാൻഡ്. ഇഷ്ടമുള്ളവർക്കൊക്കെ വാങ്ങിച്ച് നോക്കാം. നല്ലതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം ബാക്കി കാര്യങ്ങളിലേക്ക് നമുക്ക് പോയാലോ. നമ്മളുടെ മോർഫി റിച്ചാർഡിൻ്റെ പുറം ഭാഗത്തായിട്ട് കാണുന്ന സംഭവങ്ങളാണിത്. ആദ്യമേ കാണിക്കുന്നത് ടൈമറാണ് കേട്ടോ. ടൈമർ 20 മിനിറ്റ് 40 മിനിറ്റ് അതിനിടയ്ക്കുള്ള ഭാഗങ്ങൾ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെയുള്ള ഫങ്ഷൻസ് ആണ് ടോസ്റ്റ്, കൺവെൻഷൻ, കീപ്പ് വാം, പിന്നെ ഗ്രില്ല്, അതുപോലെ തന്നെ നമ്മളുടെ ബേക്ക്. ഇത്രയും സംഭവങ്ങളുണ്ട്. ഇത് നമ്മളുടെ ചൂട് ക്രമീകരിക്കാനുള്ള സംഭവമാണ്. ടെമ്പറേച്ചർ നമുക്കിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. 180 ഡിഗ്രിയൊക്കെ നമുക്ക് കേക്കിനൊക്കെ നമുക്ക് അത്രയൊക്കെ മതിയല്ലോ. അപ്പം ഇൻഡിക്കേറ്റേഴ്സായിട്ട് ഇത്രയൊക്കെയാണ് ഉള്ളത്. ഇതുപോലൊരു ഹാൻഡിലാണ് വരുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളും ഇനി നമുക്ക് അതെങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് നോക്കാം കേട്ടോ. ഇതാണ് ഓവൻ്റെ ഉൾഭാഗം. കണ്ടോ, കുറച്ച് നമ്മൾ ബേക്കൊക്കെ ചെയ്തതിൻ്റെ ആ ഒരു ഇതൊക്കെ പറ്റി പിടിച്ചിരിപ്പുണ്ട്. അപ്പം നമുക്ക് നല്ല രീതിയിൽ, ചിലവരുടെ ഓവൻ ഞാൻ കണ്ടിട്ടുണ്ട് നല്ലതായിട്ട് വളരെ കറുത്ത നിറത്തിലേക്കായി പോകും കുറച്ച് കഴിയുമ്പോഴത്തേനും. അപ്പം അതൊന്നും വരാതിരിക്കണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ എന്ത് സംഭവം ഉണ്ടാക്കിയാലും അതിന് ശേഷം അപ്പം തന്നെ ആ ഓവൻ്റെ ചൂട് എപ്പോഴാണോ കുറയുന്നത് ആ സമയത്ത് തന്നെ ഓവൻ ക്ലീൻ ആക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ഓവൻ എപ്പോഴും പുതിയതുപോലെ ഇരിക്കാനായിട്ട് അത് ഒരുപാട് സഹായിക്കും. അപ്പം ആദ്യമായിട്ട് നമുക്ക് അതിൻ്റെ ട്രേകളൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാവേ. ഞാനിവിടെ ആ ഒരു കറുത്ത ട്രേ മാറ്റിയിട്ടുണ്ട്. അത് നമ്മൾക്ക് കുക്കീസൊക്കെ ഉണ്ടാക്കാനായിട്ട് വെക്കാവുന്നതാണ്. അതുപോലെ തന്നെ അതിനകത്ത് ബീഫൊക്കെ കഷ്ണങ്ങളാക്കി നമുക്ക് ടോസ്റ്റ് ചെയ്യണമെങ്കിലൊക്കെ പറ്റും. പിന്നെ നമ്മളുടെ ഗ്രില്ലായിട്ടുള്ളൊരു സംഭവമുണ്ട്, അതും ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട്. ഈ ലാസ്റ്റായിട്ട് കാണുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചിക്കനൊക്കെ ഫുള്ളായിട്ട് ഗ്രില്ല് ചെയ്യുമല്ലോ, ആ സമയത്ത് വരുന്ന അഴുക്കുകളൊക്കെ അല്ലെങ്കിൽ അതിൽ നിന്ന് വരുന്ന ആ ഒരു വെള്ളമൊക്കെ ആ ഒരു ലാസ്റ്റായിട്ട് കാണുന്ന ട്രേയിലായിരിക്കും കേട്ടോ വന്ന് കിടക്കുന്നത്. അപ്പം അത് നമുക്ക് വൃത്തിയാക്കാനായിട്ട് എളുപ്പമുണ്ട്. ആ ട്രേ മാത്രം അങ്ങ് മാറ്റി കൊടുത്തിട്ട് അത് മാത്രമായിട്ട് വൃത്തിയാക്കി വെക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനി നമുക്ക് നമ്മളുടെ ഓവൻ ക്ലീൻ ചെയ്യാനുള്ളൊരു സൊല്യൂഷൻ ഉണ്ടാക്കിയെടുക്കാം. നല്ല എളുപ്പമാണ്, നല്ല യൂസ്ഫുള്ളുമാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ആദ്യമായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മളുടെ ബേക്കിംഗ് സോഡയാണ് കേട്ടോ. ബേക്കിംഗ് സോഡ ഒരു 1.5 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ബേക്കിംഗ് സോഡയുടെ അളവെന്ന് പറഞ്ഞാൽ നമ്മളുടെ ഒത്തിരി അഴുക്കുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് കൂടുതൽ എടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 1.5 ടീസ്പൂണൊക്കെ മതിയാകും. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഡിഷ് വാഷ് ലിക്വിഡാണ് കേട്ടോ. ഒരു തുള്ളി മതി, 1-2 തുള്ളി കൂടുതൽ എടുക്കണ്ട, കുറച്ച് മതി. അതിൻ്റെ അളവ് വളരെ കുറച്ച് മതി. അപ്പോൾ അത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മളുടെ ഒരു സ്പൂൺ വെച്ച് നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതൊരു പേസ്റ്റിൻ്റെ പരുവത്തിലായി കിട്ടുവേ. ആ ഒരു രീതിയിൽ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു കൂട്ട് നമ്മളുടെ ഓവനിനകത്തേക്ക് നമുക്കൊന്ന് തേച്ച് കൊടുക്കാം. അപ്പം ഇങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അഴുക്കൊക്കെ പിടിച്ചിരിക്കുന്ന ഓവനാണെങ്കിൽ അതൊന്ന് ഇളകി പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഞാൻ അതിനകത്ത് വെള്ളം ഒന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ആ ഒരു തരിതരിപ്പ് വേണം നമുക്ക് ആ ഒരു ഭംഗിയായിട്ട് ആ ഒരു ഓവൻ്റെ ആ ഒരു സംഭവങ്ങളൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് ഞാൻ അതിനകത്ത് വെള്ളമൊന്നും ചേർക്കാതെ മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത്. നമ്മളുടെ ഓവൻ വളരെ നല്ല നീറ്റാണ്. അല്ലാന്നുണ്ടെങ്കിൽ പോകാനൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കുറച്ച് വെള്ളവും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളുടെ ടിഷ്യൂലോ വല്ലതും ചേർത്തൊന്ന് വൈപ്പ് ചെയ്തെടുത്താൽ മതിയാകും കേട്ടോ. അപ്പം എന്താ ഇതുപോലെ ഞാനങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആ ഒരു കറുത്തിരിക്കുന്ന ഒരു ഭാഗത്തൊക്കെ നമുക്കൊന്ന് ഇങ്ങനെ തേച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആ ഇളകി പോവാത്ത ആ അഴുക്കുകളൊക്കെ പോകാനായിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ സഹായിക്കും. അപ്പം നിങ്ങൾക്ക് എല്ലാവരുടെയും ഓവൻ, ഇതിപ്പോൾ എൻ്റെ കുറച്ച് നാളെ ആയിട്ടുള്ളൂ കേട്ടോ. കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മളുടെ ഓവൻ എല്ലാം പഴയത് എല്ലാം കറയൊക്കെ പിടിക്കും. എന്നാലും കറയൊക്കെ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പരിധി വരെ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ അത് സഹായകമാകും.
അപ്പോൾ ഞാൻ എല്ലാ വശങ്ങളിലേക്കും ആ ഒരു നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു പേസ്റ്റ് തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിന് ശേഷം നമുക്ക് നോക്കാം. നമ്മളുടെ ഓവൻ്റെ ചില്ലിൻ്റെ ആ ഭാഗത്ത് നമുക്ക് ഈ ഒരു ലിക്വിഡ് തേച്ച് കൊടുക്കണ്ട കേട്ടോ. അവിടെ നമുക്ക് നമ്മുടെ ഡിഷ് വാഷ് ലിക്വിഡ് മാത്രം തേച്ച് കൊടുത്ത് ക്ലീൻ ചെയ്തെടുത്താൽ മതിയാകും. അപ്പോൾ ആ ഒരു പോറലൊന്നും ഏൽക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഡിഷ് വാഷ് ലിക്വിഡ് മാത്രം മതി അത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുക കേട്ടോ. അപ്പോൾ അതാ ഞാനിതെല്ലാം ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് കുറച്ച് വെള്ളം എടുക്കാം. അതിൽ ഞാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ അടുത്ത് ടവലുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം, ടിഷ്യൂ ഉണ്ടെങ്കിൽ ടിഷ്യൂ ഉപയോഗിക്കാം. ഞാനിവിടെ കുറച്ച് ടിഷ്യൂ ആണ് എടുത്തിരിക്കുന്നത്. അത് ടിഷ്യൂ ആ വെള്ളത്തിൽ മുക്കിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തുടച്ചു കൊടുക്കാം. അപ്പം നമ്മൾ ചെയ്തിരിക്കുന്ന ആ ഒരു ഡിറ്റർജൻറ്റും അല്ലെങ്കിൽ അതിൻ്റെ ഡിഷ് വാഷ് ലിക്വിഡും ആ ഒരു സോഡ പൊടി അതിനകത്ത് നല്ല രീതിയിൽ റിമൂവ് ചെയ്ത് മാറ്റണം കേട്ടോ. നന്നായിട്ടൊരു 3-4 വട്ടം ഒന്ന് തുടച്ച് മാറ്റി കൊടുക്കണം. അപ്പോൾ ഈ സോഡ പൊടി ഉപയോഗിക്കുന്നത് കൊണ്ട് അതിൻ്റെ സ്മെല്ലൊക്കെ പോകാനായിട്ട് നന്നായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ അഴുക്കും കറയും ഒക്കെ പോകും കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമുക്കിത് നല്ല രീതിയിൽ ഇതുപോലൊന്ന് തുടച്ച് മാറ്റിയെടുക്കാം. പിന്നെ നമ്മളുടെ ഓവനകത്തൊരു ലൈറ്റ് ഉണ്ടല്ലോ, അതും നമ്മൾ ഈ ഒരു ലിക്വിഡ് ഉപയോഗിക്കരുത്, അല്ലെങ്കിൽ ഈ ഒരു സംഭവം ഉപയോഗിച്ച് വൃത്തിയാക്കരുത്. അത് നമുക്ക് നല്ലൊരു കോട്ടൺ തുണി വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് വൈപ്പ് ചെയ്തെടുത്താൽ മതിയാകും കേട്ടോ. അപ്പോൾ അതിൽ പിടിച്ചിരിക്കുന്ന ഒരു ചെറിയ ഒരു നിറവ്യത്യാസമൊക്കെ അങ്ങ് മാറിക്കോളും. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ ഒരു സംഭവം നമ്മളുടെ ലൈറ്റിലും ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ. നമ്മുടെ ഓവനകത്തുള്ള സംഭവങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് നമുക്ക് ഈ ഒരു മിശ്രിതം സഹായിക്കും. പക്ഷേ ലൈറ്റിൽ മാത്രം നിങ്ങൾ സാധാരണ നമ്മളുടെ നോർമലായിട്ടുള്ള നല്ലൊരു കോട്ടൺ തുണി വെച്ചൊന്ന് തുടച്ചു കൊടുത്താൽ മതിയാകും. നല്ല രീതിയിൽ ക്ലീനായി കിട്ടിക്കോളും. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു മാർഗ്ഗമാണ്. ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് നമ്മുടെ ട്രേകളൊക്കെ ഒന്ന് കഴുകിയെടുക്കാവേ. അതിന് സാധാരണ ലിക്വിഡ് ഉപയോഗിച്ചാണ് ഞാൻ ഡിഷ് വാഷ് ലിക്വിഡ് മാത്രം ഉപയോഗിക്കുന്നുള്ളൂ. നല്ല ക്ലീനായി കിട്ടും. അപ്പോൾ അത് കറക്റ്റ് സമയത്ത് ചെയ്തു കൊടുക്കുക. ഓവൻ വൃത്തിയാക്കുക എന്നുള്ളത് ആ ഒരു പണി തീരുന്ന കൂടെ തന്നെ ചൂടാറുമ്പോൾ തന്നെ ചെയ്തു കൊടുക്കുക കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ നമ്മുടെ ഓവൻ എപ്പോഴും പുതിയതുപോലെ തന്നെ ഇരിക്കും. ഇതുപോലെ തേച്ച് കൊടുക്കുക. ഒരു സ്പോഞ്ച് വെച്ച് നമുക്ക് ഡിഷ് വാഷ് ലിക്വിഡും കൂടി ഉപയോഗിച്ച് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഞാനിവിടെ എല്ലാ ട്രേകളും ഇങ്ങനെ തന്നെ വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി അതിന് ശേഷം നോക്കാം. കുറച്ച് നല്ല ടിപ്സുകൾ ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്കും കമൻറ്റും ഒന്നും ചെയ്യാൻ മറക്കരുത്. നമ്മൾക്കൊരു വലിയ സന്തോഷമാണ് അതൊക്കെ കാണുമ്പോൾ, ലൈക്കും കമൻറ്റും ഒക്കെ കാണുമ്പം. അപ്പോൾ പരമാവധി ഞാൻ എല്ലാത്തിനും തന്നെ റിപ്ലൈ തരാറുമുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കുക. കുറേ അധികം ടിപ്സുകൾ ഇട്ടിട്ടുണ്ട്, അതൊന്നും കാണാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. അത് ഞാൻ പറയാൻ വിട്ടുപോയി. അപ്പം ഷെയറിങ്ങിൻ്റെ കാര്യവും മറക്കരുത്. അപ്പോൾ അതാ ഞാനിവിടെ നല്ല രീതിയിലെല്ലാം വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. ഇത് നല്ല രീതിയിൽ ഉണങ്ങിയതിന് ശേഷം വേണം കേട്ടോ നമ്മുടെ ഓവനകത്തേക്ക് വെച്ച് കൊടുക്കാനായിട്ട്. അല്ലാതെ വെള്ളമയത്തോടു കൂടി ഒരു കാരണവശാലും വെച്ച് കൊടുക്കരുത്. വെള്ളമയം ഇല്ലാത്ത രീതിയിലാക്കി നന്നായിട്ട് ഉണക്കിയെടുത്തതിന് ശേഷം മാത്രം നമുക്ക് നമ്മളുടെ ഓവനകത്ത് ഇത് സൂക്ഷിക്കാം. ഇനി നമുക്ക് നമ്മളുടെ ഓവൻ്റെ പുറം ഭാഗം വൃത്തിയാക്കാനായിട്ടും ചില്ല് വൃത്തിയാക്കാനായിട്ടും ഈ ഒരു ലിക്വിഡ് നമ്മളെ സഹായിക്കും. ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മളുടെ സിന്തറ്റിക് വിനാഗിരി ഉണ്ടല്ലോ, സാധാരണ വിനാഗിരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. വിനാഗിരി ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മളുടെ ഒരു ടിഷ്യൂ വെച്ചിട്ട് നന്നായിട്ട് വൈപ്പ് ചെയ്ത് കൊടുക്കാം. നമ്മളുടെ ചില്ലൊക്കെ നന്നായിട്ട് വൃത്തിയായി കിട്ടും. അതുപോലെ തന്നെ സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പൊയ്ക്കോളൂ കേട്ടോ. അപ്പോൾ അതായത് ഇതുപോലൊരു സ്പോഞ്ച് ഉപയോഗിച്ച് നമുക്ക് തുടച്ചു കൊടുക്കാം. അപ്പോൾ പുറം ഭാഗത്തെ എല്ലാ കാര്യങ്ങളും ഓവൻ്റെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു വിനാഗിരിയാണ് കേട്ടോ യൂസ് ചെയ്യാറുള്ളത്. അപ്പം നന്നായിട്ട് ക്ലീനായി കിട്ടും. പൊടിയൊക്കെ പോവുകയും ചെയ്യും. അതുപോലെ തന്നെ സ്മെല്ലോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോവുകയും ചെയ്യും. മാത്രമല്ല ഉറുമ്പ് അതുപോലുള്ള പ്രാണികളൊക്കെ നമ്മുടെ ഓവനിലേക്ക് വരാതിരിക്കാനും ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് സഹായകമാകും കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കാം. നല്ല യൂസ്ഫുള്ളാണ്. നമുക്ക് നമ്മുടെ ഓവനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നൊരു നല്ല കാര്യമാണ്. നമുക്ക് കുറച്ച് വിനാഗിരി എടുത്തിട്ട് ഇതുപോലൊന്ന് തുടച്ചു കൊടുക്കുക. അപ്പോൾ ആ അഴുക്കും പൊയ്ക്കോളും. അതുപോലെ തന്നെ ചെറിയ ഇൻസെക്ട്സ് ഒക്കെ വരാതിരിക്കാനും സഹായകമാവുമേ. അപ്പോൾ നമ്മളുടെ ഓവൻ ഇവിടെ നന്നായിട്ട് ക്ലീനാക്കി ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ ഓവനിൽ ബേക്ക് ചെയ്യുമ്പം അല്ലെങ്കിൽ ഗ്രിൽ ചെയ്യുമ്പം ഭയങ്കരമായിട്ട് സ്മെല്ലൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട്, അതായത് പുറത്തേക്ക് അധികം സ്മെല്ല് പോവാതിരിക്കാൻ വേണ്ടിയിട്ട്
നമ്മളുടെ റൂമിനകത്തൊക്കെ ചിലപ്പം വല്ലാത്ത മണമായിരിക്കും അല്ലേ. അങ്ങനെയൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കിയോളൂ, നന്നായിട്ട് യൂസ്ഫുൾ ആവും കേട്ടോ. അതിന് നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ ഒരു മെഴുകുതിരി കത്തിച്ച് വെക്കുക എന്നുള്ളതാണ്. നമ്മളുടെ ഓവനോ അല്ലെങ്കിൽ നമ്മൾ ബേക്ക് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഗ്രിൽ ചെയ്യുമ്പോഴോ ആ സമയത്ത് നമുക്ക് നമ്മൾ ആ ചെയ്യുന്ന റൂമിൽ ഒരു മെഴുകുതിരി കത്തിച്ച് വെക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമ്മളുടെ സ്മെല്ല് പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അടുത്തൊരു ടിപ്പാണ്, ഞാനിവിടെ ഒരു ബേക്കിംഗ് ട്രേ എടുത്തിട്ടുണ്ട്, അതിലേക്ക് ഒരു ബ്രെഡ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ മുകളിലേക്കായിട്ട് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് നമ്മളുടെ ഓവൻ്റെ സ്മെല്ല് പൂർണ്ണമായിട്ട് മാറാനായിട്ട് സഹായിക്കും കേട്ടോ. യാതൊരു സ്മെല്ലും ഇല്ലാത്ത നല്ലൊരു ഓവനായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഒരു ബ്രെഡിൻ്റെ മുകളിലേക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഓവനകത്തേക്ക് വെച്ച് കൊടുക്കാം. ജസ്റ്റ് ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ മതിയാകും. അപ്പോൾ അതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ പോയി നല്ല ഫ്രഷ് ആയിട്ടുള്ളൊരു ഓവനായിട്ട് നമുക്ക് കിട്ടും. ഞാനിവിടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് സമയം മതി, കൺവെൻഷൻ മോഡിലാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. ജസ്റ്റ് ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ നല്ല രീതിയിൽ നമ്മളുടെ ഓവൻ്റെ സ്മെല്ലൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഈ ഒരു ടിപ്പ് നിങ്ങളെ സഹായിക്കും. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ കാണാൻ എത്തിയ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു നല്ല വീഡിയോയും നല്ലൊരു ടിപ്സുമായി വീണ്ടും കാണാം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.